കണ്ടു നിന്നെ ഞാനേ മറന്നു എന്നെ. എന്റെ ഈ മൈൻഡിലെ ടെൻഷനോ നിന്റെ ഈ സൈറ്റിലെ സിൻഡ്രമോ കൽബിലെ മൂഡ് ഫുള്ള് കിസ്മത്ത് പെണ്ണേ. ഹേ വണ്ടേ നെഞ്ച് കടിച്ച ഞണ്ടേ, കണ്ടു നിന്നെ ഞാനേ മറന്നു എന്നെ. എന്റെ ഈ മൈൻഡിലോ ടെൻഷനോ നിന്റെ ഈ സൈറ്റിലെ സിൻഡ്രമോ കൽബിലെ മൂഡ് ഫുള്ള് കിസ്മത്ത് പെണ്ണേ. ഒരു നല്ല കാപ്പിട്ടേടാ. കാപ്പിയോ? എടാ ഇച്ചിരി കടുപ്പം കൂട്ടിട്ടോ. കടുപ്പം കൂട്ടി. അപ്പൊ ഇച്ചിരി മധുരൂടെ. എന്നാ നീ വന്നുണ്ടാക്ക്. എടാ നീ ഉണ്ടാവും, ഞാനെന്തിനാ ഉണ്ടാക്കണം? നീ ഉണ്ടാക്കും. എടാ നമുക്ക് ഒറ്റ രക്ഷയുള്ളൂ. ഇനി അവൾക്ക് എപ്പ ചായ കുടിക്കാൻ തോന്നിലും അവൾ ഈ കഫേ തന്നെ വരണം. അത്ര അടിപൊളി ചായ ആയിരിക്കണം. നിനക്കൊണ്ട് പറ്റും, പോയി ഉണ്ടാക്കണം. വന്നിരിക്കും. ഈ കാപ്പിയിൽ ഞാൻ താജ്മഹൽ പണിയും. എന്റെ ഈ മൈൻഡിലെ ടെൻഷനോ നിന്റെ ഈ സൈറ്റിലെ സിൻഡ്രമോ കൽബിലെ മൂഡ് ഫുള്ള് കിസ്മത്ത് പെണ്ണേ. Gina. Jerry? Yeah. Oh, come on. After a long time. Please. എന്തൊക്കെയുണ്ട് വിശേഷം? Oh, I'm super fine. ചെറിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, അതാ ലേറ്റ് ആയത്. ചിരിക്കണോ കരയണോ? ബോയ് ഫ്രണ്ട് ഒന്നും ആയിരിക്കില്ല, വല്ല ഫ്രണ്ടോ ഏട്ടനോ ബെസ്റ്റ് ആയിരിക്കും. നീ ഇപ്പൊ പറയണോ എനിക്കിന്റെ കാമുകനാണ് വലുത് ഞാനാണ് വലുത്? എനിക്ക് നീ തന്നെയാണ് ചക്കര വലുത്. എന്നാ ഇന്ന് രാത്രി ഞാൻ വരട്ടെ? നീ ബാക്കിലെ ഡോറൊന്ന് തുറന്നിട്ടോ. അവന്റെ അസുഖത്തിരി കൂടി ഇനി മേലെ അവരെ കൊണ്ട ഫോട്ടോ തുറപ്പിക്കുന്നു. അപ്പൊ നാളെ മറ്റന്നാളായിട്ട് നമ്മൾ നമ്മുടെ ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നേ. നിനക്ക് ദിനേശനല്ലാണ്ട് വേറെ ആരെ ക്യാമറമാനായിട്ട് കിട്ടിയില്ലേ? ദിനേശിന് എന്താ കുഴപ്പം? അവൻ തീരെ പ്രൊഫഷണൽ അല്ല. അവനെന്തായാലും നിന്നേക്കാ പ്രൊഫഷണലാ. Excuse me? What? If he's doing the camera, I'm not doing this shit. അവിടെ ദിനേശന്റെ തല. പോടാ ഒന്ന് പോടാ. ഇനി ഞാൻ വിളക്കും. ഓക്കെ ആണോ? എനി പ്രോബ്ലം? അയ്യോ വന്നു. ഓയാ ചേട്ടൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? ഈ കഫേ ചേട്ടൻ്റെ ആണോ? നമ്മളെ പോലെ തന്നെ ആണല്ലേ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ നാളെ നമുക്കൊരു ഷൂട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കഫേ ഒന്ന് കിട്ടാവോ? പേയ്മെന്റ് ഒക്കെ തരാം. ഞങ്ങള് ലാസ്റ്റ് മിനിറ്റ് നോക്കിയിരുന്ന ലൊക്കേഷൻ ഒന്ന് മാറിപ്പോയി, അതാ. പേയ്മെന്റ് ഒന്നും വേണ്ട, കഫേലേ എടുത്തോളൂ.
ചേട്ടാ പിന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ സ്ക്രിപ്റ്റിൽ ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ ചെയ്യാൻ ചേട്ടൻ ആപ്റ്റാ. ഞാനങ്ങനെ അഭിനയിക്കാറൊന്നുമില്ല. പണ്ട് കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. 1-2 വർഷം ബെസ്റ്റ് ആക്ടറൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ തെച്ചിട്ടു ഇപ്പൊ അതാ. അല്ല ചേട്ടൻ ചെയ്ത അടിപൊളിയാവും. ആണോ? ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം. ആണോ? ചേട്ടൻ ചെയ്യൂ? ട്രൈ ചെയ്യാം. ആണോ? എന്നാലേ നമ്മുടെ സ്ക്രിപ്റ്റ് ഇതില് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നാളെ 8 മണിക്ക് കാണാവേ. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. എന്ത് സോഫ്റ്റ് കൈ. 8 മണിയാക്കണം, 9 മണിയപ്പോ ചേർത്ത്. എടാ ഇന്നത്തെ കുപ്പി എന്റെ വക. നീ കണ്ടോടാ, ഞാൻ അവളെ എന്റെ ഈ കയ്യിലെടുത്തിരിക്കും. നീ ആദ്യം ഇത് കയ്യിൽ പിടി. അടി. Cheers. എന്തൊരു വെട്ടിയടാ. ഞാൻ ഡയലോഗ് പറയട്ടെ. ഗൗരി, ഞാൻ നിന്നെ ഒരുപാട് കരയിച്ചിട്ടുണ്ട്. നീ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് ലേറ്റ് ആയി പോയി. ഇനി നമ്മൾ തമ്മിൽ ഒരു കോപ്പമുണ്ടോ എന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. 7ാമത്തെ പെഗ്ഗാണ് സത്യം. നിന്റെ അഭിനയം ഭയങ്കര ബോറാടാ. പിന്നെ നാളെ നീ അവളോട് പ്രപ്പോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഡയലോഗ് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അവള് വളയില്ല. അതന്നെ അത് പിടിച്ചേ. അതൊക്കെ നിന്റെ വെറും തോന്നലാടാ കുമ്പിടിയെ. നീ കണ്ടോ, നാളെ ഞാൻ അവളോട് ഈ ഡയലോഗും പറയും. അല്ലാതെ അവളോട് ഇഷ്ടമാണെന്നും പറയും. അവളെ ഞാൻ വളച്ചിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് നിന്റെ തന്ത കിട്ടും. കാണാം. അല്ല പിന്നെ സുഭാഷ്, അതെ ഞാൻ ബ്രോന്റെ സീൻ ഒന്ന് പെട്ടെന്ന് ബ്രീഫ് ചെയ്ത് തരാം. ബ്രോന്റെ സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തന്റെ മുന്നത്തെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ട് ഗൗരി എന്ന് പറയുന്ന ഒരു കുട്ടിയായിട്ട് റിലേഷൻഷിപ്പിലാവുകയാണ്. ആ റിലേഷൻഷിപ്പ് അധികം നാള് വർക്കൗട്ട് ആവാതെ എന്താ ചെയ്യാം, മുന്നത്തെ എക്സിനെ മറക്കാനും പറ്റുന്നില്ല, ഗൗരി ആയിട്ടോട്ട് വർക്കൗട്ടും ആവുന്നില്ല. അത് കഴിഞ്ഞിട്ട് ആ ഗൗരി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിർത്തി കുറച്ച് നാൾക്ക് ശേഷം ഗൗരിയുടെ വാല്യൂ എന്താന്ന് മനസ്സിലാവുന്നു. പിന്നെ കുറെ നാൾക്ക് ശേഷം നിങ്ങൾ ഇവിടെ കാണുക, ആ ഷോട്ടാണ് നമ്മൾ എടുക്കുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ടെൻഷൻ ഉണ്ടോ? അല്ല ടെൻഷൻ ഇല്ല. അപ്പൊ ശരി കേട്ടോ. അതല്ല, നീ അവളോട് പറഞ്ഞു. പറയണം, പക്ഷെ എന്തോ ഒരു ടെൻഷൻ. ഇതൊക്കെ ഇപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ചെന്ന് പറയും. ഗോ മാൻ ഗോ. അതെ, അത് വേണട്ടോ. ഇവിടെ വന്നുണ്ട്. ഓക്കോ. നന്നായി. ഇവൻ പറയാൻ പേടിത്തൊണ്ടൻ. ഇതൊക്കെ നമ്മുടെ കിട്ടണമെന്നു അടിച്ച് കൈ കൊടുക്കില്ലേ? ദിനേശ്, നമുക്ക് ഫസ്റ്റ് ഷോട്ട് സജഷൻ പോയാലോ? സജഷൻ വേണ്ട, നമുക്കൊരു പോളി സ്റ്റൈൽ കീസ് ലൂസ് കേറ്റ് പിടിച്ചാലോ? ഓ അയ്യോ, ഇത്തിരി തിരക്കാ. ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുക്കോ. നമ്മളെന്താ പറഞ്ഞു? നമ്മൾ ഈ കീസ് ലൂസ് കീ അത് വേണ്ട, നമുക്ക് സജഷൻ വരെ പോവാം. ഇതാരാ? അതാരാ? ഏത്? മഞ്ഞേ ഹീറോയിൻ, നായിക. നായിക. ഞാൻ ആദ്യമായിട്ടൊരു നായകനെ കാണണേ. ആദ്യമായിട്ട് നായികനെ കാണും. എനിക്കിഷ്ടായി, ഒരുപാട് ഇഷ്ടായി. ഇഷ്ടാവും. നീ പോയി ചായ എടുത്ത ചെല്ലി. താജ്മഹലല്ല, ഉത്തമനറിഞ്ഞ പണി. ഇഷ്ടായി. ഇവളിന്ന് എന്തൊക്കെ പണ്ടാണ് ഈ എഴുതി വെച്ചേക്കണത്. ഒറ്റയ്ക്കിരിക്കുകയാണല്ലോ, പോയി പറഞ്ഞാലോ? കറക്റ്റ് ടൈം ആണിച്ചില്ല. ജിന, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് സുഭാഷേ, സുഭാഷ് എന്താ പറയാൻ പോകുന്നതെന്നൊക്കെ എനിക്കറിയാം. അതെന്തായാലും നടക്കത്തില്ല. സുഭാഷ് റെഡി ആയിക്കോ. ഷോട്ടിന് സമയമായി. വേഗം റെഡിയാവ്. ലൈറ്റ് ഒന്ന് സെന്റർ ചെയ്ത് വെച്ചേ ഇങ്ങോട്ട് കുറച്ചുകൂടെ. ഓക്കെ.
ദേ ഷോട്ട് പോണ്ടേ, ലൈറ്റ് പൊക്കോണ്ടിരിക്കുകയാണ്. അഭിച്ചേട്ടാ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ബാത്റൂം വരെ പോയേക്കുവാ. കുഴപ്പമില്ല, നീ കേറി നിക്ക്. സജഷനല്ലേ ഉള്ളൂ. ഒന്ന് പിടിച്ചേ. ഇത് നേരത്താണ്. ലൈറ്റ്സ് ക്യാമറ റോളിംഗ് ആക്ഷൻ. 5/3/1. ഗൗരി, ഞാൻ നിന്നെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട്. നീ എൻ്റെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. ഇനി നമ്മുടെ കാര്യത്തിൽ ഒരു ഹോപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, നീ അടിപൊളിയാ. ഞാൻ നിന്നെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട്. പക്ഷെ നീ എനിക്ക് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നീ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കൊന്നും ഉറങ്ങാൻ പറ്റണില്ല. വർക്കായ മെയിൻറ്റെയിൻ ചെയ്യാം. ലവ് യു ജീന, ഐ ലവ് യു. ഞാനെഴുതിയ എൻ്റെ ക്യാരക്ടറിനല്ല ഞാനിവിടെ കണ്ടത് സുഭാഷിന് എന്നോടുള്ള പ്രണയം. അല്ലെങ്കിലും പ്രണയം തുടങ്ങാൻ ഒത്തിരി സമയത്ത് വേണ്ടല്ലേ അല്ലേ? ഞാനൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കി തരുന്നുണ്ട്. ഈ മസാല ദോശയിലൊരു ഓംപ്ലേറ്റ് വെച്ചിട്ടൊരു കോമ്പിനേഷൻ, അത് ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ ഇതൊന്നും ചേർക്കാത്ത വേറൊരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്, സ്നേഹം. ओ, अरे तुम पागल हो क्या? कब से मेरे पीछे पड़े हो? मेरा पीछा छोड़ो. एक्चुअली मैं मलयाली नहीं हूँ. तुम क्या बोल रही हो? मुझे समझ में नहीं आ रहा. Oh yes. വെടിക്കെട്ടിന്റെ ഇടയിൽ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ട അവസ്ഥയിലോ. ഇനി ഞാൻ എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കും? ഹേ വണ്ടേ നെഞ്ചിൽ കടിച്ച ഞണ്ടേ